വെറും 3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന കാരമലൈസ്ഡ് പൈനാപ്പിൾ ക്യാൻഡി. ഓൺലി 3 മിനിറ്റ്സ്. നോക്കല്ലേ? അപ്പം ഞാനൊരു ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ പുരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ നമ്മുടെ ശർക്കര പൊടിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഷുഗർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കോക്കനട്ട് ഷുഗർ ഇല്ലാത്തവര് നിങ്ങളുടെ ശർക്കര പൊടിച്ചത് ആ നെയ്യിലേക്ക് ഒന്ന് ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ പോലും നെയ്യില്ലേ, മറക്കണ്ട. ഒന്നിങ്ങ് അലിഞ്ഞ് വരട്ടെ. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയോ? ചെറിയ സാധനം, ഇതൊരു നെയ്യുടെ കുപ്പിയാണ്, അഴിഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് എന്നാണ് വിളിക്കണ്ട. അതിങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാ, കുറച്ച് വെള്ളം ഒഴിച്ച് കുളിക്കാൻ എന്ത് സംഭവിക്കും? എല്ലാ നെയ്യുടെ അംശവും വരും. നമുക്ക് എന്നാണേയും കുറച്ച് വെള്ളം ഒഴിക്കണം, അത്രേ ഉള്ളൂ. അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് അലിയിച്ചു. ഇത് കുറച്ചതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ ഇതാ ഇങ്ങനെ എടുത്ത് വെക്കുവാണ്. ഇനി ഒരല്പം തേങ്ങ ഉണ്ടെങ്കിൽ സ്ഥിരം കൊടുക്കുന്ന പലഹാരങ്ങളിൽ നിന്നും ചിലപ്പോൾ ചിലർക്ക് പൈനാപ്പിൾ ഇഷ്ടമില്ല, അതിനകത്തൊരു ചൊറിച്ചിലോ കുത്തലൊക്കെ പോലെ തോന്നൂലോ മക്കൾക്ക്. പക്ഷെ പൈനാപ്പിൾ നമ്മുടെ പറമ്പിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ടും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൂത്രപ്പണികൾ ചെയ്യാം. അതൊന്ന് ഔഫ് തിരിച്ചിടുവാണേ. കൈ പൊള്ളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. തിരിച്ചിടുന്ന സമയം സിമ്മാക്കി. ഇതൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ തിരിഞ്ഞു പോകണം അല്ലേ? ഓം ഗ്രീൻ കുട്ടിച്ചാത്ത തിരിഞ്ഞു പോട്ടെ എന്ന് പറയുമ്പോൾ സംഭവം തിരിഞ്ഞു പോകണം. അപ്പോൾ കയ്യും പൊള്ളിയില്ല, മെനക്കെടൂല. അങ്ങ് ഭംഗി ഒരുപാട് പോകണ്ട. നിങ്ങൾക്ക് അറിയാലോ, ഫ്രൂട്ട്സ് ഒരുപാട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് കാരമലാവുക. ജസ്റ്റ് ഒരു 1 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചിട്ടു കേട്ടോ. ഇനി വീണ്ടും ഞാൻ തീ കൂട്ടി. എന്നിട്ട് ഈ സൈഡിൽ കിടക്കുന്ന ശാമ്പാർ പോലത്തെ ശാനം, നമ്മുടെ ശർക്കര ഒഴിച്ച വെള്ളവും എല്ലാം കൂടെ ഇങ്ങോട്ട് അടിച്ചു കൂട്ടി വെച്ചു. ഒന്നും കേൾക്കുന്നുണ്ടോ? അങ്ങനെ കേൾക്കണം. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണാണ് നമ്മൾ നെയ്യ് ഇട്ടത്. വേണമെങ്കിൽ ഒരു തുണ്ടും കൂടെ നെയ്യ് ഇടാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഇടുന്നില്ലേ. 2 വശം കൂടി ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിരിച്ചിടണ്ട. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഞാനിതൊരു സെർവ് ചെയ്യാനുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല ചൂടുള്ള നല്ല ബെസ്റ്റ് കാരമൽ സോസിന്റെ ഒക്കെ ഒരു മണമുള്ള പൈനാപ്പിളിന്റെ ഒരു സാധനം. ഇതിനൊരു പേരിടാൻ എനിക്കറിയില്ല. പിന്നെ ഞാൻ വേറൊന്നും കൂടെ പറയട്ടെ. ഈ സാധനം ആറിയതിന് ശേഷം നല്ല പുളിയില്ലാത്ത കട്ട തൈരിലിട്ട് അടിച്ചാൽ അത് പൈനാപ്പിൾ കാരമലൈസ്ഡ് മ്യൂസിയം. ലുക്ക് വൈസ് പെർഫെക്റ്റ്, മണം അസാധ്യ മണം. പൈനാപ്പിൾ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും ഹെൽത്തി ആയതുകൊണ്ടും ഒക്കെയാണ്. നമ്മുടെ സ്വന്തം പൈനാപ്പിൾ ആയതുകൊണ്ട് സന്തോഷമാണ്. ഒന്ന് കഴിച്ചോ. എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊറിയും നാക്ക്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഞാനിത് ട്രൈ ചെയ്യാറുണ്ട്. ജ്യൂസ് അടിക്കാറില്ല. ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്നത് അത്ര നല്ലതല്ലോ. അങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ വഴി കണ്ടെത്തുന്ന സൂത്രമാണ്. നോക്കിക്കേ, അതിൻ്റെ ടെക്സ്ചർ നോക്ക്, അതിൻ്റെ അപ്പിയറൻസ് നോക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഷെയർ ചെയ്യണം. ജ്യൂസി, ടേസ്റ്റി ആൻഡ് ക്രഞ്ചി. ശർക്കര കാരമലൈസ് ചെയ്ത തേങ്ങ ഉണ്ടല്ലോ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇതൊരു ക്യാൻഡീന് തിന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-5 മിനിറ്റ് വരെ ബാക്കിയെടുക്കാം. പെർഫെക്റ്റ് അല്ലേ? ആണല്ലോ. എന്നാൽ പിന്നെ മറക്കാതെ ഇനി ആരെങ്കിലും ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലുകളിലൊക്കെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജിലൊക്കെ ഒന്ന് കയറി നോക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അന്നമ്മ സൈനിങ് ഓഫ്.